ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പ്ലം കേക്കിൻ്റെ വിശേഷം കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്ലം കേക്കാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടത്തോടെ. കാരണം എൻ്റെ കയ്യിൽ സ്ഥിരം കേക്കൊക്കെ മേടിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു മോള് ക്യാരിങ് ആണ്, അപ്പോൾ മോൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു പ്ലം കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ അതുപോലെ അതിന് പൈനാപ്പിളോ അല്ലെങ്കിൽ ഡേറ്റ്സോ അതൊന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൈനാപ്പിളോ ഡേറ്റ്സോ അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി അതൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സായിട്ട് ചെയ്തിരിക്കുന്ന ചെറിയും അതുപോലെ ഗ്രേപ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നട്ട്സായിട്ട് ബദാമും ക്യാഷും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് മേടിച്ചിട്ട് വന്ന് അതിന് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ റെഡിയാക്കി എടുത്ത് ജ്യൂസാക്കി അതിനെ പിന്നെ ബോയിൽ ചെയ്ത് നമ്മൾ ക്രഷാക്കിയൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു ടെംപ്റ്റേഷൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് കൊതി തരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറായിട്ടുള്ള കേക്കായിട്ടോ. അപ്പം വലിയ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും എനിക്ക് ബാലൻസ് വന്നു കേട്ടോ ആ ഒരു കൃഷി ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു ചില്ല് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഫ്ലോറാണ് എടുത്തത്. ഞാനൊരു 6 എഗ്ഗോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ കേക്ക് ചെയ്യുന്ന ഒരു രീതിക്കനുസരിച്ചായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ആ കൃഷിനകത്തോട്ട് നമ്മുടെ ചെറിയും ഗ്രേപ്സും കൂടി ഇട്ടത് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഇത് ഞാൻ 2ആയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം എൻ്റെ വീട്ടിലൊരു എൻ്റെ കേക്കിൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലെ കുട്ടി കുറുമ്പി എൻ്റെ മോളാട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് കൂടെ സോപ്പിട്ടിട്ട് പറയും ഏത് കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കൊന്നും അത്ര നല്ലതല്ല, അമ്മ ഉണ്ടാക്കുന്ന കേക്ക് തന്നെ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് പുകഴ്ത്തും. അപ്പോൾ അതിലങ്ങ് വീണ് പോകും കേട്ടോ ഞാൻ. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും കേക്ക് ചെയ്യാനൊരു പ്രചോദനമാണ്. അപ്പം ഭയങ്കര നല്ല ഇതാണ് കേട്ടോ. ഇത് ആയപ്പോൾ തന്നെ മോൾ കഴിക്കാനായിട്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം അവർക്ക് കൊണ്ടുപോകാനുള്ളതൊന്ന് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുകയൊക്കെ വേണമായിരുന്നു. പക്ഷേ എടുത്ത സമയത്ത് തന്നെ ബാക്കിയുള്ള ഒരു കേക്ക് പകുതിയോളം അച്ഛനും മക്കളോട് രാത്രി തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു നമ്മുടെ ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് റാപ്പ് ചെയ്ത് വെക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ കുക്കിംഗ് വീഡിയോ ബേക്കിംഗ് വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇടണം കേട്ടോ, എന്താ അഭിപ്രായം എന്നൊക്കെയുള്ള. അപ്പം വലിയ രീതിയിലൊന്നും വീഡിയോ എടുക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തെറ്റിന് നമ്മൾ വീണ്ടും അത് തിരുത്തിയൊക്കെ പോകുന്നതായിരിക്കും. അപ്പം കൂട്ടുകൂടാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ഇതാണ് ആ ഒരു കേക്കിൻ്റെ ബാലൻസ്. ഇത്രയേ ഉള്ളൂ രാവിലെ ആയപ്പോൾ കേട്ടോ. ബാക്കി എല്ലാം അന്നേരം തന്നെ അവർ തീർത്തു. അപ്പോൾ ആൾ വന്ന് അതെടുത്ത് വെക്കുമോ, ഞാൻ എടുത്ത് വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ.